ഇന്നത്തെ ലഞ്ചിന് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 3 ഐറ്റംസുകളാണ് ഉണ്ടാക്കുന്നത്. മത്തി കുരുമുളകിട്ട് വറ്റിച്ചതും മോര് കാച്ചിയതും ഓമക്കായ ഉപ്പേരിയും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മോര് കാച്ചാം. അതിന് ഇതേപോലത്തെ ഒരു കുടുക്കുണ്ടെങ്കിൽ വളരെ നന്നായി. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഒരു സവാളയും 4-5 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുക. അപ്പം തന്നെ ഉപ്പും ചേർക്കുക. പിന്നെ അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ചേർത്ത് നന്നായിട്ട് വഴറ്റണം. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. തക്കാളിയും വറ്റൽമുളകും ചേർത്ത് എല്ലാം നന്നായി വെന്തുടങ്ങിയ ശേഷം തൈര് മിക്സിയുടെ ജാറിൽ നല്ല ജ്യൂസാക്കി അടിച്ചതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പം നമ്മൾ മോര് കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചാളക്കുട്ടന്മാരെ കുരുമുളക് ഇട്ട് വറ്റിച്ചെടുക്കാം. അതിനായിട്ട് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ചതച്ചത് ഇട്ട് കൊടുത്ത് നന്നായി റോസ്റ്റ് ചെയ്യണം. ഇതേപോലെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും ഒരു 3 സ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് വീണ്ടും നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. അതിലേക്ക് പുളി പിഴിഞ്ഞൊഴിച്ച് വീണ്ടും വറ്റിച്ചതിന് ശേഷം ചാളക്കുട്ടന്മാരെ ഇതിലേക്ക് ഇതിങ്ങനെ നിരത്തി വെച്ച് കൊടുത്ത് ചെറിയ തീയിൽ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ മത്തി കുരുമുളക് ഇട്ട് വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ ഇനി നമുക്ക് ഓമക്കായ ഉപ്പേരി കൂടി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ച് വറ്റൽമുളകിൻ്റെ കൂടെ നന്നായിട്ട് വഴറ്റിയിട്ട് കുനുകുന അരിഞ്ഞ് നമ്മുടെ ഓമക്കായ കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ഇതവിടെ സെറ്റായിട്ടുണ്ട്. ഇനി കുറച്ച് പപ്പടം കൂടി പൊരിച്ച് ടേബിളിലെല്ലാം കൊണ്ടുവന്ന് വെച്ച് നമ്മൾ അതിൻ്റെ മുന്നിൽ വന്നിരുന്നാൽ നമുക്കൊരു ആത്മസംതൃപ്തി വരാനുണ്ട്. ഇതൊക്കെ ഞാൻ തന്നെയല്ലേ ഉണ്ടാക്കിയെന്നുള്ളത്. പിന്നെ കഴിച്ചു തുടങ്ങി അതിൻ്റെ ടേസ്റ്റും കൂടി കിട്ടിയാൽ പിന്നെ ഒന്നും പറയണ്ട.